നമസ്കാരം. ശ്രീനി ആലക്കോടാണ്. അല്ല, നമ്മുടെ കുട്ടികൾക്ക് ഇതെന്തു പറ്റി? നിങ്ങൾ ഇന്ന് രാവിലെ വാർത്ത കണ്ടു കാണും. പുലർച്ചെ ഏതാണ്ട് 5 മണിയോടടുത്ത് ഒരു റോഡിൽ കൂടി വരികയായിരുന്ന ആംബുലൻസ് തടഞ്ഞ് ആംബുലൻസ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ. കുറച്ച് കുട്ടികളാണ്. ഒരു കാറ് വന്ന് ക്രോസ് ചെയ്തിടുന്നു. ആംബുലൻസിന് മുന്നിൽ ക്രോസ് ചെയ്തിട്ടതിന് ശേഷം അതിൽ നിന്നും ചാടിയിറങ്ങി ആ വടിയും കല്ലുമൊക്കെയായിട്ട് ആംബുലൻസ് ആക്രമിക്കുന്ന ഒരു ദൃശ്യമാണ് ഇന്നത്തെ മാധ്യമങ്ങൾ രാവിലെ തന്നെ പുറത്തുവിട്ടത്. അത് കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. നമ്മുടെ കുട്ടികൾ ഏത് വഴിക്കാണ് പോകുന്നത്? നിങ്ങളുടെ ധാരണ എന്താണ്? നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്തായാലും ഞാൻ ഇപ്പോൾ മാധവങ്ങളത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ ചപ്പാരപ്പടവിലാണ് ഇപ്പോഴുള്ളത്. നമുക്ക് ഈ റോഡിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് പോകാം. ഞാൻ സംസാരിക്കാം, ഞാൻ ക്യാമറയിലേക്ക് നോക്കില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ റോഡ് കൂടി കാണാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. പിന്നീട് നമുക്കത് ആളുകൾ കാണട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക. നമുക്ക് സംസാരിച്ചുകൊണ്ട് പോകാം. എന്തായാലും ചപ്പാരപ്പടവ് ഭാഗവും കണ്ട് അങ്ങനെ ഞാൻ മാധവങ്ങളത്തേക്കുള്ള യാത്രയിലാണ്. അതിനിടയ്ക്കാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഇതെന്തു പറ്റി എന്നുള്ളതാണ് വിഷയം. അപ്പോൾ നമുക്ക് പോകാം അല്ലേ? ഞാനിപ്പോൾ ചപ്പാരപ്പടവ് ഭാഗത്തുനിന്ന് വിടുകയാണ്. എല്ലാവരും ആ ദൃശ്യങ്ങൾ ചാനലുകളിൽ കണ്ടിട്ടുണ്ടാവും. കാരണം രാവിലെ നടന്നൊരു സംഭവമാണ്. അപ്പോൾ അതൊരു ശരിയായ പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് രാഷ്ട്രീയം പറയുന്നതല്ല, മറിച്ച് ഇത് KSU ആയാലും ABVP ആയാലും SFI ആയാലും ഒക്കെ ഈ കുട്ടികളൊരു കാര്യം മനസ്സിലാക്കുക. പണ്ടത്തെ കാലമല്ല ഇന്നത്തെ കാലമൊക്കെ ആകെ മാറിയിരിക്കുന്നു. ഇന്ന് എന്തെങ്കിലും കേസിൽ പെട്ടുകഴിഞ്ഞാൽ പാർട്ടിക്കാരൊക്കെ വന്ന് നിങ്ങളെ ഇറക്കുമെന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട. പണ്ടൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലും കേസിൽ പെട്ടുകഴിഞ്ഞാൽ ആ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ആ കേസൊക്കെ അങ്ങ് ഒഴിവാക്കി കിട്ടും. അതുകൊണ്ട് അവർക്ക് വീണ്ടും പഴയ പോലെ തന്നെ പോകാനൊക്കെ കഴിയുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ കാലമല്ല എന്നുള്ള കാര്യം ഈ കുട്ടികൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ജീവിതം കോഞ്ഞാട്ടാവുന്നതിന് പകരം പഠിക്കാൻ വിട്ടാൽ പഠിക്കുക. രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നല്ലതാണ്. നല്ല രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാതെ ജനാധിപത്യ രാഷ്ട്രത്തിൽ പറ്റില്ല. രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നല്ലതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ആക്രമണ സ്വഭാവത്തോടു കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അധികകാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ രാവിലെ നിങ്ങളുമായി സംസാരിക്കുന്നത്. ഞാനിങ്ങനെ ചപ്പാരപ്പോട് വഴി കടന്നു പോകാം കേട്ടോ. അപ്പോൾ ഇപ്പം വൈകി വന്നവർക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഇന്ന് രാവിലത്തെ ഒരു വിഷയമാണ്. രാവിലെ ഒരു റോഡിൽ വെച്ച് പുലർച്ചെ ഒരു ആംബുലൻസിന് കുറുകെ കാറിട്ടതിന് ശേഷം ആ ആംബുലൻസ് തകർക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിന് മുന്നോടിയായി അവിടെ ഒരു കോളേജിൽ നടന്ന സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെന്ന് പറയപ്പെടുന്നു. എന്തായാലും ഇരു വിഭാഗത്തിൽപ്പെട്ട SFIയിലായാലും KSUയിലായാലും ഒക്കെ കുട്ടികൾ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ പലരും ആശുപത്രിയിലുണ്ട്. SFIയുടെയും KSUവിന്റെ ആളുകളൊക്കെ. ഇതിൽ ഈ ആംബുലൻസിലുണ്ടായിരുന്നത് KSUവിന്റെ പരിക്കേറ്റ ആളുകളെ കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസാണ് തടഞ്ഞതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതിൽ ഏത് പാർട്ടി തടഞ്ഞു എന്നുള്ളതല്ല, ഏത് പാർട്ടി അക്രമം കാണിച്ചു എന്നുള്ളതല്ല, ഇരു വിഭാഗവും ഈ കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ശരിയായ ഒരു പ്രവണതയല്ല. ഈ പ്രവണത തുടർന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഞ്ഞാട്ടയായി പോകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പരിപാടികളിൽ നിന്നും മാറി നിൽക്കുക. രക്ഷിതാക്കൾ ഇല്ലാത്ത പൈസ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും പഠിക്കാൻ പറ്റുന്നുണ്ടായി. സാധാരണക്കാരായ ആളുകൾക്കൊക്കെ വലിയ കഷ്ടപ്പാടാണ്. ഇപ്പൊ നമ്മൾ മാതൃഭൂമി പത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല വാർത്തകളും കാണാം. സാമ്പത്തിക പ്രതിസന്ധിയാണ് നമ്മുടെ നാട്ടില്. നമ്മുടെ കർഷകർക്കിടയിൽ, മലയോര ജനതയ്ക്കിടയിൽ, സാധാരണക്കാരനിടയിൽ വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആ സമയത്താണ് ഇത്തരത്തില് ഒരു പ്രശ്നങ്ങളുമായിട്ട് കുട്ടികളൊക്കെ ഈ നടു റോഡിൽ തമ്മിൽ തല്ലുന്നു. അത് കാണുമ്പോൾ വലിയ വിഷമമാകും. നമ്മളൊക്കെ ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് അറിയാമായിരിക്കും. ഈ ചെറിയ കുട്ടികൾക്ക് ചോരത്തിളപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതൊക്കെ ശരിയാണോ? നിങ്ങൾ ആരാണ് സംരക്ഷിക്കാനുണ്ടാവുക? ഒരാൾ നിങ്ങൾ സംരക്ഷിക്കാൻ വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണ്ടൊക്കെ ആണെങ്കിൽ പാർട്ടിക്കാർ വന്ന് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യും. നിങ്ങളുടെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി വരും. അതിനുശേഷം കേസ് മുഴുവൻ അവർ നടത്തും. പിന്നീടും അവരുടെ ഭരണം മാറി മറ്റൊരു പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പാർട്ടിയിലുള്ള അനുകൂലികളൊക്കെ ആ കേസൊക്കെ തേച്ച് മാച്ച് കളയും. പക്ഷെ ഇന്ന് കോടതി അങ്ങനെയല്ല. ഇന്ന് യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വന്തം കോടതിയിൽ പോവുക. നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ കഴിയില്ല. മറ്റ് ഒരു കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന സമയത്തായിരിക്കും കോടതിയിൽ നിന്ന് വിളിക്കുക. കോടതി ഹാജരാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെടുകയാണ്. ഈ ഒരു കേസൊക്കെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ കോടതിയാണ്, അത് നമുക്കൊരു പുത്തരിയല്ല, അത് നമുക്ക് പറഞ്ഞു നിൽക്കും. പക്ഷേ 1 തവണ 2 തവണ 3 തവണയൊക്കെ ആയിട്ട് ഇങ്ങനെ കേസ് പോയിക്കൊണ്ടിരിക്കും. വർഷങ്ങളോളം ആ കേസ് തുടരും. അപ്പം ഇത് മാറ്റിവെക്കുക. അവിടെ പോവുക, രാവിലെ 11 മണിക്ക് അവിടെ ചെല്ലുക,
ചിലപ്പോൾ വൈകുന്നേരം കോടതി വിരിയുമ്പോഴതിന് തൊട്ട് മുമ്പായിരിക്കും നിങ്ങളുടെ കേസ് എടുക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ കേസ് വിളിക്കുന്നവർ അവിടെ നിൽക്കുക. അപ്പോൾ പറയാം ഇനി അടുത്ത ഒരു അവധിക്ക് മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ച് ഒരുപാട് കാലം ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് അന്ന് അത് ചെയ്യേണ്ടായിരുന്നു, അന്ന് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, ഇതൊക്കെ എന്തിന്റെ ആവശ്യമായിരുന്നു എന്നുള്ള തോന്നലുണ്ടാവുക. നിങ്ങളൊരു വിവാഹം കഴിക്കുക, നിങ്ങളുടെ മക്കൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു ആശുപത്രി പോകണം, അല്ലെ ഭാര്യയും കൂടെ ഒരു സ്ഥലത്ത് പോകണം, അപ്പോഴായിരിക്കും ചിലപ്പോൾ കോടതി ഇത്തരത്തിലുള്ള കേസ് വരിക. അപ്പൊ അതൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു പാസ്പോർട്ട് എടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വിദേശത്ത് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലെ കേസ് കുടുങ്ങി കഴിഞ്ഞാൽ വേറെ ഒരു നിർവാഹമില്ല, ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. സാധാരണ നാട്ടില് വല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കിയിട്ട് പോവുകയല്ലാതെ മറ്റൊരു വഴിയും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട മക്കളെ, പഠിക്കുന്നതും ക്യാമ്പസ് രാഷ്ട്രീയമൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആക്രമണ സ്വഭാവങ്ങളിലേക്ക് പോയിട്ട് മറ്റുള്ളവരെ കൂടി അവർ പറയുന്നതനുസരിച്ച് ഒരു പെട്ടെന്ന് ആവേശത്തിന് അങ്ങ് ചാടി പുറപ്പെട്ടാലേ പോവുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമായിരിക്കുമെന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു ലൈവിൽ വരുന്നത്. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന് സമാപനമാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നീട് വരാം. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ഒരു സാധാരണ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അത് ചർച്ച ചെയ്ത് അത് മറ്റുള്ളവരേക്ക് എത്തിക്കേണ്ടത് നിങ്ങളാണ്. പിന്നെ ഒരു കാര്യം, ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, ശ്രീനിയുടെ വാർത്തയൊന്നും ഇപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്നില്ലല്ലോ എന്ന്. ദയവേത് നിങ്ങൾ എന്റെ പേജ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഒന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷനും വരും. ഇപ്പം ഈ ഫേസ്ബുക്കിന് പുതിയ കുറേ നിബന്ധനകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും പലപ്പോഴും. നിങ്ങൾ കമന്റ് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വരുന്നില്ല, നോട്ടിഫിക്കേഷൻ വരാൻ താമസം ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം ഒരു ചെറിയ ഹായ് എങ്കിലും ഒരു കമന്റ് ഇടുക. അങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും പെട്ടെന്ന് തന്നെ ആ വാർത്ത വരുമ്പോൾ ലൈവിൽ വരുമ്പോൾ തന്നെ അപ്പം തന്നെ അപ്ഡേഷൻസ് വരും, നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതിലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്, യൂട്യൂബിലുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ വീഡിയോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.